പൂവത്തിങ്ങിലെ ആ നിങ്ങൾക്ക് പറ്റുമെങ്കിലുള്ള പിന്നെ എല്ലാ ചാനലുകളും നിങ്ങളെല്ലാ ചാനലുകളും കൂടെ പിന്നെ വാർത്ത ലീവ് കൊടുക്കണം, ചാനൽ കൊടുക്കണം എൻ്റെ വാർത്ത. അവൻ്റെ അമ്മായിമ്മല്ല, അവൻ്റെ ആ പെണ്ണിൻ്റെ കൈയെല്ലാം പൊളിച്ച് ഒരു നിവൃത്തിയിലെടുത്ത് കൂടെ ആ പുള്ളിക്കാരത്തെ ആത്മഹത്യ ചെയ്ത് കേട്ടോ, ആ പെണ്ണ് കേട്ടോ. കോട്ടയം ഏറ്റുമാനൂരിൽ ജിസ്മോളുടെയും 2 മക്കളുടെയും സംസ്കാര ചടങ്ങുകൾ ഇന്നലെയായിരുന്നു കഴിഞ്ഞത്. കണ്ണുനീരോടെ കൂടിയിട്ട് മാത്രമേ നമുക്ക് ആ ചടങ്ങുകൾ കണ്ടു നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു പിള്ളാരുടെയും ഈ ജിസ്മോളുടെയൊക്കെ മുഖം കാണുമ്പോഴത്തേക്ക് നമുക്ക് തന്നെ കരച്ചിൽ വരുമായിരുന്നു. ഇത് കണ്ട എല്ലാവരുടെയും അഭിപ്രായം ഇങ്ങനെ തന്നെയാണ്. എന്തുമാത്രം ക്രൂരതയാണ് അവരുടെ അടുത്ത് കാണിച്ചിട്ടുള്ളത്. എന്നിട്ട് ഒരു ഉളുപ്പും ഒരു നാണവും ഇല്ലാതെ അവിടെ വന്ന് കിടന്ന് കരഞ്ഞിട്ട് കുറച്ച് ഡ്രാമ കാണിച്ചിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് കണ്ടു കാണും. പ്രത്യേകിച്ച് ഈ അമ്മായിമ്മയായാലും ഈ ജിമ്മി എന്ന് പറയുന്ന ഈ പരനാറി ആയാലും അവിടെ വന്നിരുന്ന് കരയുന്നു. എന്നിട്ട് ആ ഒരു മൃതദേഹത്തിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് ഇവ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് ഈ ജിമ്മി എന്ന് പറയുന്നവൻ. എനിക്കത് കണ്ടപ്പോഴത്തേക്ക് അവിടുന്ന് അവനെ അടിച്ചിറക്കി വിടണമായിരുന്നു. അതായിരുന്നു ചെയ്യേണ്ടത്. കാര്യം ഇവർ കാരണമല്ലേ ഈ ഒരു സ്ത്രീ മരിച്ചത്. ലോകത്താരെങ്കിലും ഇങ്ങനെയൊക്കെയുള്ള ക്രൂരതകൾ കാണിക്കുമോ? ഇതിപ്പോൾ 2ാമത്തെ കേസായി. ഷൈനിയുടെ കേസ് നമുക്കറിയാമല്ലോ. പക്ഷെ ഷൈനി ഗതികെട്ടിട്ടായിരുന്നു പോയി ആത്മഹത്യ ചെയ്തൊക്കെ. പ്രത്യേകിച്ച് ജീവിക്കാൻ സാഹചര്യങ്ങളില്ലായിരുന്നു. ഒരുപാട് സ്ഥലത്ത് ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തു, എന്നിട്ട് കിട്ടിയില്ല. കിട്ടാൻ പോകുന്നതെല്ലാം അവർ വഴി മുടക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെ ഒരുപാട് സിറ്റുവേഷൻസിലൂടെ ഈ പറയുന്ന ഷൈനി കടന്നു പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ നേരെ മറിച്ച് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവർ സാമ്പത്തികമുള്ള ഒരു കുടുംബമാണ്. ഇവർക്ക് പ്രത്യേകിച്ച് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷെ അനാവശ്യമായിട്ട് ജിസ്മോളുടെ മേലിലുള്ള സംശയങ്ങളും ജിസ്മോൾക്ക് കളർ കുറവാണെന്നുള്ള അധിക്ഷേപവും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു ജിസ്മോൾ ആ ഒരു വീട്ടിൽ നേരിട്ടുകൊണ്ടിരുന്നത്. ഇനിയും പുറത്ത് പറയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം വരും ദിവസങ്ങളിൽ പുറത്ത് വരിക തന്നെ ചെയ്യും. എന്തായാലും ഇവരുടെ കുറച്ച് നാണം കെട്ട ഡ്രാമ നമുക്ക് കണ്ടുപോക്കാം. ഇന്നലെ ആ ഒരു സംസ്കാര ചടങ്ങിൽ കാണിച്ചു കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ. എന്തായാലും നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അമ്മായിമ്മ എന്ന് പറയുന്ന ആ ഒരു സ്ത്രീയുടെ വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടത്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നത് കണ്ടിട്ട്? ഇവരിപ്പം വന്ന് ഇങ്ങനെ കരഞ്ഞിട്ട് അല്ലെങ്കിൽ ദേഹം തളർന്ന് ഇങ്ങനെ വീഴാൻ പോയിട്ട് എന്ത് പ്രയോജനമാണുള്ളത്? ഇവർക്ക് എന്തെങ്കിലും ഒരു ശകലം സ്നേഹം ഉണ്ടായിരുന്നെങ്കിൽ ഇവർ ഈ ഒരു രീതിയിൽ ഈ ഒരു പെൺകുട്ടിയെടുത്ത് പെരുമാറുമായിരുന്നോ? ഇവർ ശാരീരികമായിട്ട് ഈ ഒരു പെൺകുട്ടിയെ മർദ്ദിക്കുക വരെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള രീതിയിലുള്ള വാർത്തകളാണ് നിലവിൽ പുറത്തു വരുന്നത്. എന്നിട്ടാണ് ഇവരിപ്പം വന്നിരുന്ന് കരയുന്നത്. ഇനി ഇതിലും വലിയ നാടകം ഞാൻ വേറൊരെണ്ണം കാണിച്ചു തരാം. അതായത് ജിസ്മോളുടെ ഭർത്താവായിട്ടുള്ള ഒരുത്തൻ ജിമ്മിയുടെ ഒരു കുറച്ച് കരച്ചിൽ നാടകം. ഒരു പെൺകുട്ടിക്ക് പിറന്ന 2 കുട്ടികളോടൊപ്പം സന്തോഷകരമായൊരു കുടുംബജീവിതം നയിക്കാമായിരുന്ന ജിമ്മി ജീവിതത്തിൽ ഇന്ന് വളരെയധികം വേദന അനുഭവിക്കുന്നു എന്നതാണ് സത്യം. സഹോദരിമാരുമായി ജിസ്മോൾ വഴക്കിലെത്തുമ്പോൾ ജിമ്മി ഇടപെടുന്നതും അവളുടെ സൈഡിൽ നിൽക്കാതെ സഹോദരിമാർക്ക് വേണ്ടി സംസാരിക്കുകയും ചെയ്തപ്പോൾ അവളുടെ മനസ്സ് ഇവന് വെള്ളം കൊടുക്കുന്നു. ഇവനൊന്നും ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത്. ഇത്രയും നാണം കെട്ടവർത്തിന് എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. ഇവന്റെ ഇടവകയിൽ പോലും അവർ ബോഡി കൊണ്ടുപോയിട്ടില്ല. പിന്നെ എന്തിനാണ് ഇവനെയൊക്കെ ഈ ഒരു ബോഡി കാണിക്കാനായിട്ട് അവിടെ കൊണ്ടുവന്നത്? ഇത് കാണാൻ ഇവന്മാർക്ക് എന്ത് യോഗ്യതയാണുള്ളത് ഇവർക്ക് 2 പേർക്കും? ശരിക്കും ഈ ഒരു വിഷയത്തിൽ നമ്മൾ ശരിക്കും പ്രതികരിക്കുക തന്നെ ചെയ്യണം. ഒരു സ്ത്രീകൾക്കും ഇനി ഇതുപോലെയുള്ള കാര്യങ്ങൾ നേരിടരുത്. കാര്യം അതിക്രൂരമായിട്ടുള്ള മാനസികമായിട്ടുള്ള പീഡനവും ശാരീരിക പീഡനമായിരുന്നു. എന്നിട്ട് ഇവനൊക്കെ വന്നിരുന്ന് കരയുന്നു ഒരു ഉളുപ്പുമില്ലാതെ. അത് നൊന്തു. നിന്നെ കിട്ടിയത് കൊണ്ട് എനിക്ക് എൻ്റെ സഹോദരിമാരെ ഉപേക്ഷിക്കാൻ കഴിയില്ല എന്ന് പലതവണ അവളോട് പറഞ്ഞുവെന്ന് പിതാവും സഹോദരനും വെളിപ്പെടുത്തുന്നു. ഇപ്പോൾ നമ്മൾ കാണുന്നത് പൊട്ടിക്കരഞ്ഞ് അവശനായി കുറ്റബോധം നിഴലിക്കുന്ന മുഖവുമായി നിൽക്കുന്ന ജിമ്മിയെയാണ്. ഇത്ര നാണം കെട്ട ഒരുത്തനെ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും വരും ദിവസങ്ങളിൽ ഇവനെ പോലീസുകാർ അറസ്റ്റ് ചെയ്യുന്നുള്ള രീതിയിലാണ് വാർത്തകൾ വരുന്നത്. കണ്ടു തന്നെ അറിയാം എന്ത് സംഭവിക്കുമെന്ന്. ഷൈനിയുടെ ഒരു കേസ് നിങ്ങൾ കണ്ടതല്ലേ? ഷൈനിയുടെ കേസിനകത്ത് 18 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഭർത്താവിന് ജാമ്യം കിട്ടി. അവനെന്ന് പറഞ്ഞാൽ ഇതിലും വലിയൊരു ഫ്രോഡായിരുന്നവൻ. അവനെയൊക്കെ എന്തിനാണോ എന്തോ അവനൊക്കെ ജാമ്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ഇത്തരത്തിലൊക്കെ ഉള്ളൊരു നിയമമാണ് ശരിക്കും പറഞ്ഞാൽ മാറ്റേണ്ടത്. ശരിക്കും ഈ ഒരു കേസിൽ ഒരു കാരണവശാലും ഇവർക്ക് ആർക്കും ജാമ്യം കൊടുക്കരുത്. ആ ഒരു പിള്ളാരോടെങ്കിലും ഇത്രയെങ്കിലും ഒരു സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ, ബഹുമാനപ്പെട്ട കോടതി ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇവർക്ക് ജാമ്യം കൊടുക്കരുത്. കാര്യം അത്രത്തോളം ക്രൂരതയാണ് ആ പിള്ളാരുടെ അടുത്ത് വരെ കാണിച്ചിരിക്കുന്നത്.
ഇനി ജിസ്മോളുടെ ഈ ഒരു മരണമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരുപാട് ദുരൂഹതകളുണ്ട്. കാര്യം നമ്മൾ പുഴയിൽ ചാടിയിട്ട് ആത്മഹത്യ ചെയ്യുമ്പോഴത്തേക്ക് അത്ര പെട്ടെന്നൊന്നും ആ ബോഡി അങ്ങനെ പൊങ്ങി വരത്തില്ല. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ഈ ഒരു ബോഡി പൊങ്ങി വന്നത്? അത് മാത്രമല്ല അവിടുത്തെ CCTV ഫൂട്ടേജസ്, ജിസ്മോൾ പോയ ഫൂട്ടേജോ കാര്യങ്ങളോ ഒന്നും നിലവിൽ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല. എന്തുകൊണ്ടാണ് അതൊന്നും പുറത്ത് വിടാത്തത്? ആ ഏരിയയിൽ കംപ്ലീറ്റും CCTV ഉണ്ട്. അവിടെ പോയി സന്ദർശിച്ച് ആ ഏരിയ കണ്ട ആൾക്കാർ മുഴുവനും നമ്മുടെ അടുത്ത് പറഞ്ഞതാണ് ആ ഏരിയ ഫുള്ള് CCTV ഉണ്ട്. പിന്നെ എന്തുകൊണ്ട് ഈ നിമിഷം വരെ CCTV ഫൂട്ടേജ് ഒന്നും പുറത്തു വിടുന്നില്ല? അപ്പം ഈ ഒരു കാര്യമെല്ലാം വളരെ വ്യക്തമായിട്ട് അന്വേഷിക്കേണ്ടതാണ്. കാര്യം ഇനി ജിസ്മോൾ വീട്ടിൽ വെച്ച് മരണപ്പെട്ടിട്ടുണ്ടോ, അതോ ജിസ്മോളും 2 മക്കളും അവിടെ പോയിട്ട് ഇതുപോലെ ചെയ്തതാണോ എന്നെല്ലാം വളരെ ക്ലിയർ ആയിട്ട് ഈ ഒരു വിഷയത്തിൽ അന്വേഷിക്കണം. കാര്യം ഇവരെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ ജിമ്മിയുടെ ഫാമിലിയെ സംബന്ധിച്ച് അവിടുത്തെ ഒരു വലിയ തറവാടികളാണെന്നൊക്കെയാണ് പറയണത്. ഭയങ്കര പൈസയും കാര്യങ്ങളും ഒക്കെ ഉള്ള ആൾക്കാരാണ്. സോ കൂടിപ്പോയി കഴിഞ്ഞാൽ 1-2 ആഴ്ച മാത്രമേ ഈ ഒരു വാർത്തകൾ ചർച്ച ചെയ്യൂ എന്നാണ് അവിടുത്തെ നാട്ടുകാരൊക്കെ പറയണത്. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. ശരിക്കും ഈ ഒരു വിഷയം അന്വേഷിക്കുക തന്നെ വേണം. ഈ ഒരു മുഖ്യമന്ത്രിക്കൊക്കെ പരാതി കൊടുക്കണം, ഈ ജിസ്മോളുടെ വീട്ടുകാരൊക്കെ. അതൊക്കെ ഇതിനകത്ത് ചെയ്യേണ്ടത്. ശരിക്കും ജിസ്മോളുടെ വീട്ടുകാരുടെ കാര്യം നമ്മൾ ഓൾറെഡി എടുത്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം അവരുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചകേടുണ്ട്. ഇത്രയും മാനസിക പീഡനങ്ങൾ ഈ ഒരു പെൺകുട്ടി അനുഭവിക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവരൊരിക്കലും ജിസ്മോളെ അവിടെ നിർത്തരുതായിരുന്നു. ഇതെല്ലാം ഞാൻ എൻ്റെ വീഡിയോയിൽ ഓൾറെഡി ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇനി ഈ ഒരു വിഷയത്തിൽ ഇന്ന് ഞാനൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരമ്മച്ചി പ്രതികരിക്കുന്നത്. ശരിക്കും ഇതുപോലെ വേണം എല്ലാവരും പ്രതികരിക്കാനായിട്ട്. അതാണ് ചെയ്യേണ്ടത്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അനാഥ മന്ത്രിയും കൊണ്ട് ഇറച്ചിയല്ലേ മോനെ, വല്ല മരത്തിലും കൊണ്ട് ഇറച്ചിയായിരുന്നു. അത് അന്ന് അത്താരും ഉണ്ടല്ലോ, മത്സരം ആ പിള്ളേരെ വല്ലതും കൊണ്ട് ഇറച്ചിയും പോരായിരുന്നു. എന്നുവെച്ചാൽ എനിക്കും 2 പിള്ളേരുള്ള, ഇപ്പം 2 പെൺപിള്ളേരല്ലേ മോനെ. അത് ചെയ്ത് എന്നാ ചെയ്ത് ആ പെണ്ണ് വിദേശം മതിയായിരുന്നു. ആ ചെയ്ത് കഷ്ടമായി പെണ്ണ് ചെയ്ത് 2 പിള്ളേരെ. അവരെ നേരത്തെ പരിചയമുണ്ടോ? പിള്ളേരെയൊക്കെ പരിചയമുണ്ടോ? എനിക്ക് പരിചയമുണ്ട്. അത് ആര് വെച്ചാൽ ഞാൻ പറയും. അമ്മായി പോലും ഉണ്ട് ആ പെണ്ണും ആ പിള്ളേരും കൂടെ. ഞാൻ ഇത് വന്ന് ചിലപ്പോൾ കെട്ടിയതിൻ്റെ ഉദരം കാണും. എന്നിട്ട് എനിക്ക് ഞാൻ 2 പ്രസവിച്ചു, എനിക്ക് 2 പെൺമക്കളുള്ള. ഒരിക്കലും അമ്മായിമ്മ അതിൻ്റെ കൈയൊക്കെ പൊളിച്ചതാണ് പറയുന്നത്. അതിൻ്റെ വീട് തെളിഞ്ചവരങ്ങാടല്ലേ. എന്നിട്ട് അതേ വേണ്ടിയിട്ട് എണ്ണ ഒന്നിലും 2 പെമ്പിടല്ല കുഞ്ഞിട്ട് ഒരു 2 വയസ്സുള്ള 5 വയസ്സുള്ള കൊച്ചു അമ്മ നമുക്ക് സഹിക്കാൻ പറ്റില്ല. ഒരിക്കലും നിങ്ങൾക്ക് പിള്ളേരുണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും സഹിക്കില്ല. ഞാൻ പറഞ്ഞിരിക്കാം, ഇവിടെ അമ്മായിമ്മ ആദ്യം തല്ലിക്കൊണ്ട അവളെ. ആ കൂടെ ഞാൻ നിൽക്കാം, തീരുള്ള ആരും ആ കൂടെ ഞാൻ നിൽക്കും. 2 പിള്ളേരുള്ള അവൾ ഒരിക്കലും ചെയ്ത ആൾ തെറ്റാണ് ചെയ്തത്. എനിക്കുള്ള 2 വയസ്സുള്ള കൊച്ചെന്ന് പറഞ്ഞാൽ മാനെ പിള്ളേർക്കെല്ലാം അറിയാം മാനെ. 5 വയസ്സിൻ്റെ കഴിഞ്ഞ കൊണ്ട് ആക്കിയിരുന്നു. അവർക്ക് വന്നാൽ പിന്നെ പിള്ളേർ അനാഥ വന്നിട്ട് കൂടെ പിള്ളേർ നിർത്താൻ പറയാം. ഇവിടെ ജിസ്മോളുടെ നാട്ടിലുള്ള ഒരു അമ്മച്ചിയാണ് ഈ പ്രതികരിക്കുന്നത്. കാര്യം ആ നാട്ടിലുള്ള എല്ലാവരും ഈ അമ്മായിമ്മയ്ക്കെതിരെയും ഈ ജിമ്മിക്കുമെതിരെയാണ് സംസാരിക്കുന്നത്. സോ ഇനിയെങ്കിലും നമ്മുടെ നിയമമൊക്കെ കണ്ണ് തുറക്കുക. ഇവരെ ഒരു കാരണവശാലും ഇവർക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗം ഉണ്ടാക്കി കൊടുക്കരുത്. കാര്യം ഈ ഒരു കേസ് വെച്ച് താമസിപ്പിക്കരുത്. കാര്യം ഇവരെ പോലെയുള്ള എല്ലാ സ്ത്രീകളും പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അടിക്കണമെന്നാണ് പറയുന്നത്. പ്രത്യേകിച്ച് ഈ അമ്മായിമ്മ ഉൾപ്പെടെ ഇവർക്ക് സുഖമില്ല എന്നുള്ളവരുടെ ഒരു കൺസിഡറേഷനും വെക്കരുത് എന്നാണ് പറയണത്. എനിക്ക് പിന്നെ അത് പുറത്ത് തന്നെ അറിയാം. അത് പുറത്ത് കാണുന്നത് വെച്ചാൽ അത് മരിച്ചിട്ട് പിന്നെ പിള്ളേർ ചോദിച്ചിരുന്ന അമ്മായിമ്മ പിന്നെ അതിനും പോയി കിടക്കും. അതിൻ്റെ കെട്ടിയതിനും കുഴപ്പമുണ്ട്. ഇല്ലേ പിന്നെ അയാൾ തെളിവാശല്ലെങ്കിൽ തളകത്ത് അയാൾ ജോലി അയാൾക്കും കൂടെ മനസ്സിലായില്ലാതെ ഈ കാര്യം നടക്കിയെന്നുള്ളത് എനിക്കറിയാം. അത് ഏത് കോടതിയിൽ ഞാൻ ചെന്ന് പറയും. എൻ്റെ ജാതി പെണ്ണ എൻ്റെ പെണ്ണിൻ്റെ 3 ഈവനാണ് ഒരുമിച്ച് പോയിരിക്കുന്നത്. ഇന്ന് ആത്മഹത്യ ഇന്ന് ആ പെണ്ണിൻ്റെ ഒരു 3 കുഴി, ഒരു കുഴിക്കകത്ത ഒരു 3 കുഴികളല്ല. ഒന്നും ഓർത്ത പിള്ളേരാണ് കിടക്കുന്നുള്ളൂ. നിങ്ങൾ ഓർത്തോ, നിങ്ങൾക്ക് അമ്മയും മക്കളും പെങ്ങന്മാരൊക്കെ നിങ്ങൾ ആരെക്കൊണ്ട് നിങ്ങൾ അറിയാം. അമ്മയും പെങ്ങന്മാരും ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരിക്കലും വെറുതെ വിടില്ല. നിങ്ങൾ ചാനൽ ഇങ്ങനെ വീഡിയോ എടുത്താൽ പോരാ, അറിയാം. അത് ഒരിക്കലും നിങ്ങൾ അതിനെ കൂട്ടിയിരിക്കണം. നിങ്ങൾ ചാനലും കൊണ്ട് ഇങ്ങനെ ടി വിക്കകത്ത് വാർത്ത മാത്രം കാണിച്ചാൽ പോരാ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവരെ പ്രതികരിക്കുന്നത്. ഈ ഒരു അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടോ. അതായത് ചാനലും കൊണ്ട് വെറുതെ വന്നിരുന്ന് വീഡിയോ ഇട്ടാൽ പോരാ, ഈ ഒരു വിഷയത്തിൽ പ്രതികരിക്കണമെന്ന്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കമൻറ്റിലൂടെ നിങ്ങൾ പ്രതികരിക്കുക. കാര്യം ഈ ഒരു വീഡിയോ കാണുന്ന ഒരുപാട് ആൾക്കാർ കാണും പല പല സ്ഥലങ്ങളിൽ നിന്നും. അതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് മാക്സിമം എത്രത്തോളം കമൻ്റ് ഇടാവോ അത്രത്തോളം നിങ്ങൾ കമൻ്റ് ഇടുക. കാര്യം അതിക്രൂരമായിട്ടാണ് ഈ ഒരു പെൺകുട്ടിയെ അവിടെ പീഡിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് ഈ ഒരു അമ്മ പറയുന്നൊരു കാര്യമുണ്ട്. അതായത് ഒരു പക്ഷേ ഈ ജിസ്മോള് ആത്മഹത്യ ചെയ്ത് കഴിഞ്ഞാൽ ഈ 2 പിള്ളേർ ഇനി എന്ത് ചെയ്യും? ഇനി ഈ 2 പിള്ളേരും ഇതുപോലെയുള്ള ക്രൂരമായിട്ടുള്ള മർദ്ദനങ്ങളും അല്ലെങ്കിൽ ക്രൂരമായിട്ടുള്ള മാനസിക പീഡനങ്ങളും ആ കുട്ടികളും അനുഭവിക്കേണ്ടി വരുമല്ലോ എന്നാലോചിച്ചിട്ടായിരിക്കാം ആ ഒരു കുട്ടികളുമായിട്ട് ഇത് ചെയ്തതെന്ന് പറയുന്നുണ്ട്. ഏറ്റവും സങ്കടകരമായിട്ട് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ ആ ഒരു കല്ലറയിൽ തന്നെയാണ് ഇവരെ 3 പേരെ അടക്കിയിരിക്കുന്നത്. കാര്യം ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് നമുക്ക് എന്താ പറയേണ്ടതെന്ന് പോലും അറിയത്തില്ല. ഇനി ഒരു സ്ത്രീകളുടെ നേരെ ഇവരിങ്ങനെ കാണിക്കരുത്. അത് നിങ്ങൾ നിയമപരമായിട്ട് പോയിട്ടുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. പക്ഷേ നിങ്ങളത് ചെയ്തില്ല.
പക്ഷേ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം തിരഞ്ഞെടുത്തതെന്നുള്ളതിൻ്റെ വ്യക്തത ഇപ്പോഴും നമുക്കറിയത്തില്ല. പക്ഷേ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒറ്റ കാര്യമുള്ളൂ, മാനസികമായിട്ടുള്ള പീഡനം, ക്രൂരമായിട്ടുള്ള മർദ്ദനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെ അറിയൂ. എന്തായാലും വരും ദിവസങ്ങൾ നമുക്കറിയാം എന്ത് നടക്കുമെന്ന്. ബാക്കിയോടെ കേൾക്കാം. അവളെ എൻ്റെ കൈക്കിട്ട് അവളെ മണം ഇരിക്കാൻ പിള്ളേരില്ല. 10 മാസം തന്ന പുസ്തകത്തിന് വേണ്ട പെണ്ണൊക്കെ അടച്ചുള്ളൂ. ആണുങ്ങളും മണ്ടക്കെട്ട് കയറിക്കെട്ട് മക്കളെ ഉണ്ടാക്കിയാൽ മതി. അറിയോ, ഈ പെണ്ണുങ്ങളുടെ 10 ദിവസം പുസ്തകത്തിന് വേണ്ട പെണ്ണൊക്കെ വിഷമം അടച്ചുള്ളൂ. നിങ്ങൾക്ക് ചാനലാണെങ്കിൽ അവിടെ ആദ്യം അവിടെ കെട്ടിയത് അവിടെ അമ്മായിമാർ തല്ലിപ്പടിക്കും നിങ്ങളോ. ആ കൂടെ ഞാൻ നിങ്ങളുടെ കൂടെ വരാം. അറിയാമോ, എനിക്ക് ഞാൻ എൻ്റെ മക്കൾ 2 പെണ്ണുങ്ങളെ കെട്ടിച്ച് വിട്ടാം. 10 മാസം തന്ന പുസ്തകത്തിന് വേണ്ടതല്ല പെണ്ണൊക്കെ അടച്ചുള്ളൂ. ആണുങ്ങൾ ഇമ്മാ പെണ്ണുങ്ങളെ മട്ടക്കെട്ട് കയറി കിടച്ചാൽ മതി. അറിയാമോ, അത് ഞാനിവിടെ ഞാൻ ചെന്ന് പറയും. പക്ഷേ വരலாம் അവളെ ഇവിടെ കെട്ടിയതും കൂടെ അറിയാം. ഇവിടെ കാറ്റസും കൂടെ ആ അറിയാം. അവനവിടെ കണ്ട് വലിയ കോൺട്രാക്ടർ ആണ്ട് എന്നാ പറഞ്ഞു അവനും. എവിടെ ഇവിടെ ബസ് അത് കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ അടുത്താന്ന് എനിക്കറിയാം. പൂവത്തുങ്കിലെ ആ നിങ്ങൾക്ക് പറ്റുമെങ്കിലുള്ള പിന്നെ എല്ലാ ചാനലുകളും നിങ്ങൾ എല്ലാ ചാനലുകളും കൂടെ പിന്നെ വാർത്ത ലീവ് കൊടുക്കണം. ചാനൽ കൊടുക്കണം എൻ്റെ വാർത്ത. ഇങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, ഇങ്ങനെയാണ് ഇവനെയൊക്കെ വിളിക്കേണ്ടത്. ഇതിനകത്ത് ആ ചീത്തവിളികൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുവാണ്. പക്ഷെ എന്നാൽ പോലും ഇവനെ ഇങ്ങനെയൊക്കെ തന്നെ വിളിക്കണം. അതുമാത്രമല്ല, ഇതിനകത്ത് ബസ്സിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ടല്ലോ, അത്യാവശ്യം നല്ല രീതിയിൽ ഫിനാൻഷ്യലി സെറ്റിൽഡ് ആയിട്ടുള്ള ഒരു ഫാമിലി തന്നെയാണ്. എന്നിട്ടാണ് ഇവൻ ഇങ്ങനെയൊക്കെയുള്ള പരിപാടികൾ കാണിക്കുന്നത്. കാശുണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വിവരമെന്ന് പറയുന്നൊരു കാര്യം വേണം. സാമാന്യ ബോധവും വിവരവും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ഈ ഒരു പെൺകുട്ടിയെടുത്തും ആ 2 മക്കളെടുത്തും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യും. എന്നിട്ട് ഒരു ഉളുപ്പുമില്ലാതെ വന്നിരുന്ന് കരയുന്നു. ഇവരൊക്കെ നാണോ മാനോ ഉണ്ടോയെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ ഒറ്റപ്പെടുത്തി നിർത്തേണ്ട ആൾക്കാരാണ്. ഇനി ഒരു കുടുംബങ്ങളിലായിക്കോട്ടെ, ഒരു സ്ത്രീകൾക്കായിക്കോട്ടെ ഇതുപോലെയുള്ള ഒരു കാര്യം സംഭവിക്കാതിരിക്കട്ടെ. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെയൊക്കെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക.